ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്ന് രാജസ്ഥാനിലുള്ളത്. രാജസ്ഥാനിലാണ് വന്നേക്കുന്നത് ഒരു രാജകീയമായിട്ടുള്ളൊരു വാഹനം ഓടിച്ചു നോക്കാനാണ്. ഇതാണ് BYDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് SUV BYD C-Line 7. നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങിയ സീലിന് സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സാണ് വന്നേക്കുന്നത്. വളരെ തിന്നായിട്ട് വന്നു, ഇങ്ങനൊരു ഡിസൈൻ വന്നേക്കുന്നു. സീലിൽ പക്ഷേ DRLs ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ C-Lineൽ DRLs ഇവിടെ നിന്നിട്ട് വന്നിട്ട് ഇവിടെ വരെ കണ്ടിന്യൂ ആവുന്നുണ്ട്. 2 ഡിജിറ്റൽ ലൈറ്റ്സ് കാണാൻ പറ്റും. LED ലൈറ്റ്സാണ് വരുന്നത്. നല്ല പവർഫുള്ളാണ്. നമുക്ക് ഇന്ന് രാവിലെ കൂടുതൽ പരീക്ഷ വെക്കാൻ പറ്റില്ല. രാവിലെ ഡ്രൈവ് തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചു, ബട്ട് ഇറ്റ്സ് വെരി പവർഫുൾ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെൻറ്റ് പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് വെൻസ് അല്ല. ഈ സൈഡിലാണ് പിന്നെ ഒരു വെൻറ്റ് വരുന്നത്. ഇവിടെയും നമുക്ക് വെൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ബാറ്ററി കൂളിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് എയറോഡൈനാമിക്സിനും. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഫേസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ എക്സ് ഇവിടെ ശരിക്കും കാണാൻ പറ്റും. ഇറ്റ് ലുക്സ് വെരി വെരി അപ്പീലിംഗ് ആയിട്ടുള്ള ലുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ബമ്പർ ഡിസൈൻ ശരിക്കും ഇഷ്ടപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന സീലിനെക്കാട്ടിലും ഈ ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബോണറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം സീലിൻ്റെ അതേ ബോണറ്റാണ് വന്നേക്കുന്നത്. ഇവിടെ ആ ഒരു ലൈൻ കാണാൻ പറ്റും, 2 ക്രീസുകൾ കാണാൻ പറ്റും. ഒരു എഗ്രഷൻ, ഒരു പവർ കാണിക്കുന്ന ഒരു ഡിസൈൻ ലൈൻസാണ് വന്നേക്കുന്നത്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. BYD എന്നുള്ള ബാഡ്ജിങ് കൂടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് സ്ക്വയേർഡ് ആയിട്ടുള്ള വീൽ ആർച്ചസ് കാണാൻ പറ്റും. ഒരു SUV സ്റ്റാൻഡ്സ് നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു 19 ഇഞ്ച് വീൽസാണ് വരുന്നത്. 2 വേരിയൻ്റാണ് വരുന്നത്, പ്രീമിയം പെർഫോമൻസും. പെർഫോമൻസിലാണ് 20 ഇഞ്ച് വീൽസ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ഇപ്പോൾ പ്രീമിയം പാക്കേജിൽ 19 ഇഞ്ച് വീൽസാണ്. 245, 55 സെക്ഷനായിട്ടുള്ള ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഉള്ളത് ഇതിൻ്റെ വൈപ്പേഴ്സാണ്. വൈപ്പേഴ്സിൽ തന്നെയാണ് വെള്ളം ഇജക്റ്റ് ചെയ്യാനുള്ള നോസൽസ് വന്നേക്കുന്നത്. അതായത് വൈപ്പർ ബ്ലേഡ് ആകുമ്പോൾ വെള്ളം വന്നിട്ട് ഇറ്റ്സ് എ വെരി നൈസ് എഡിഷൻ. അതുകൊണ്ട് തന്നെ ബോണറ്റിൻ്റെ മേളിൽ ആ 2 ഉണ്ട വന്നിട്ട് അതിൻ്റെ ആ ഭംഗി മൊത്തം നഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ബാക്കിലേക്ക് വന്നാൽ ഇവിടെ ഒരു BYD ഡിസൈൻ, ഒരു ബാഡ്ജ് കാണാൻ പറ്റും. അവർ ഓഷ്യൻ ഡിസൈൻ എന്നാണ് പറയുന്നതിന്. അതുകൊണ്ടാണ് ഈ ഓഷ്യനിലെ മൃഗങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ദാറ്റ്സ് ഓൾ മാർക്കറ്റിംഗ് ജാർഗൺ. പിന്നെ ബാക്കിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ മിറേഴ്സാണ്. മിറേഴ്സും സെയിം സീലുള്ള തന്നെ ഡിസൈനാണ്. പക്ഷേ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 ക്യാമിൻ്റെ ക്യാമറ കാണാൻ പറ്റും. NFC ടാഗോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വാഹനം വരുന്നത്. നമുക്ക് ഈ വാഹനം NFC ടാഗ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. ഇത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആവുന്ന ഡോർ ഹാൻഡിൽസാണ്. ഇവിടെ BYD എന്നുള്ള നമുക്ക് പേര് കാണാൻ പറ്റും. ഡൈനാമിക് ലൈൻസ് ഇങ്ങനെ ബോഡി ഫുൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വണ്ടി ഒരു പൗൺസ് ചെയ്യാൻ നിൽക്കുന്ന, ഒരു ചീറ്റയുടെ പൗൺസ് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാൻഡ്സ് പോലെയാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇച്ചിരി ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡ്സാണ് വരുന്നത്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഒരു SUVക്ക് വേണ്ട ഒരു സ്റ്റാൻഡ് തന്നെയാണത്. ആൻഡ് സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മേളത്തെ റൂഫ് ലൈൻ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ താഴേക്ക് സ്വീപ്പ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ശരിക്കും പറയാച്ചാൽ ഇവിടെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ഹെഡ് സ്പേസിന് കുറവുന്നില്ല. ഉള്ളിലേക്കായിട്ട് കാണിച്ചു തരാം. ഇതൊരു കൂപ്പേ SUV സ്റ്റാൻഡ്സാണ് വാഹനത്തിന് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പോഴത്തെ ഒരു കറണ്ട് മാർക്കറ്റ് വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ഇവരും ഈ ഒരു ഡിസൈൻ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. ബാക്കിൽ വന്നേക്കുന്ന ടെയിൽ ലൈറ്റ്സ് ഒരു സിംഗിൾ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സാണ് വരുന്നത്. ഒരു മേട്രിക്സ് ഡിസൈൻ പോലെയാണ് ഈ ടെയിൽ ലൈറ്റ്സിനകത്ത് വന്നേക്കുന്നത്. ലൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ഒക്കെ ചെയ്യും. നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നത്, അൺലോക്ക് ചെയ്യുമ്പോൾ അത് റിട്ടേൺ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനി ഫേഡ് ഔട്ട് ആവുന്നത് നമുക്ക് കാണാം. നല്ല രസമായിട്ടുണ്ട്. പിന്നെ മേളിലേക്ക് വന്ന ഒരു സ്പോയിലർ ഇവിടെയും കാണാം, ഒരു സ്പോയിലർ ഇവിടെയും ഉണ്ട്. ഈ സ്പോയിലറിൻ്റെ ഇതിൽ കൂടെ നമുക്ക് വെൻസ് കാണാൻ പറ്റും. അത് എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള എയറോ ഡൈനാമിക്സ് കൂട്ടാനുള്ളതാണ് അതൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു EV ബാഡ്ജ് നമുക്ക് കാണാൻ പറ്റും. ഈ വാഹനം പ്രീമിയം പാക്കേജ് ആയതുകൊണ്ട് ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല. ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ AWD എന്നും കൂടെ എഴുത്തുണ്ടായേനെ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ BYDയുടെ C-Line 7 എന്നുള്ള പേര് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും അവർ ഡിസൈനിൻ്റെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണുള്ളത്. പിന്നെ താഴേക്ക് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ 2 ഡിഫ്യൂസേഴ്സ് പോലെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം ഒരു SUV സ്റ്റാൻഡ്സ് ആയിട്ട് ബ്ലാക്ക് താഴേക്കൊന്നതിന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇത് കാണാൻ പറ്റും. ആൻഡ് ഇതൊക്കെ ഒരു SUV സ്റ്റാൻഡ്സും SUV ലുക്കും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് ഉണ്ട്. നമുക്ക് കാലുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ്. പിന്നെ ലിപ്പ് താഴെ ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കയറ്റി വെക്കാനും ഇറക്കാനും വളരെ എളുപ്പമാണ്. ഇവിടെ 2 സ്പീക്കേഴ്സ് നമുക്ക് കാണാം. മൊത്തം 12 സ്പീക്കേഴ്സ് ഓഡിയോസ് വന്നേക്കുന്നത്. ഇവിടെ 2 സ്പീക്കേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു സബ് വൂഫറും വന്നിട്ടുണ്ട്.
സ്പീക്കേഴ്സ് സൗണ്ട് വെരി നൈസ്. സോ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഡിസൈൻ ഇറ്റ് ലുക്സ് വെരി നൈസ്. നമുക്കിനി എന്തായാലും വാഹനത്തിന് അകത്തോട്ട് കയറിയിട്ട് ഫീച്ചർ ലിസ്റ്റ് ഒന്ന് കാണാം. ഇറ്റ് ഈസ് ഹെവി, ഇറ്റ് ഈസ് ലോഡഡ്. വെൽക്കമിങ് സീറ്റ്സ് ആണ്. നമ്മൾ കയറുമ്പോൾ സീറ്റ് ബാക്കിലോട്ട് പോകുന്നു, ഇരുന്ന് അടച്ചു കഴിഞ്ഞാൽ സീറ്റ് ഫ്രണ്ടിലോട്ട് വരുന്നത്. അത് ഇൻഗ്രസിനും ഈഗ്രസിനും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇത് ഡ്രൈവർ സീറ്റിനാണ് ഈ ഫംഗ്ഷനുള്ള. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ആയിട്ടുണ്ട്. ലെതർ ഫിനിഷാണ് എല്ലായിടത്തും. ഇത് ജെനുവൻ ലെതറാണ്. മേളിൽ വന്നേക്കുന്നത് ജെനുവൻ ലെതറാണ്. ഇവിടെയൊക്കെ ലെതർ ഫിനിഷ് വന്നേക്കുന്നത് ഫുൾ കംപ്ലീറ്റ് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ വരുന്ന എല്ലായിടത്തും ലെതറായിട്ടുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ്. മേളിൽ ഒരു ഫാബ്രിക് പോലെ വന്നേക്കുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ബേജ് ആക്കാണ്ട് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. നമ്മുടെ നാട്ടിൽ ശരിക്കും വേണ്ടത് ഇത് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ. ഡോർ ഹാൻഡിൽ നേരത്തെ ആട്ടോ 3 SUV-ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു ഡോർ ഹാൻഡിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ തിരിച്ചുകൊണ്ട് അതേ ഫോർമാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ നീറ്റായിട്ട്, കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള രീതിയിൽ, അതായത് ലൗഡല്ലാത്ത ഒരു സട്ടിലായിട്ടുള്ള ലക്ഷറിയസ് ഫീൽ അവർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഡോർ തുറക്കുന്നത്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് 2 ഡോർ ഹാൻഡിലുണ്ട്. ഈ ഡോർ ഹാൻഡിൽ ശരിക്കും ദൂരെയാണ്. നമ്മൾ ഡോർ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടേക്ക് എത്തില്ല, പക്ഷേ ഇവിടേക്ക് എളുപ്പത്തിലെത്തും. വിച്ച് ഇസ് എ വെരി നൈസ് ഫീച്ചർ. ഒരു വേണമെന്ന് ചെയ്തതാണോ എന്നറിയത്തില്ല, പക്ഷേ ഇവിടെ ഈ ഒരു എക്സ്ട്രാ ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത് വെൽ ആൻഡ് ഗുഡ്. പിന്നെ ഇതിന് ശേഷം സ്റ്റിയറിംഗ് വീലാണ്. സെൻറ്ററിൽ വന്നേക്കുന്ന ഹോൺ ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ടച്ച് ആൻഡ് ഫീൽ വളരെ നന്നായി. ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെ സ്റ്റീലിൻ്റെ ക്രോം പ്ലേറ്റഡ് ആണ്. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ ക്രോം പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ നല്ല രസമുണ്ട്. ബട്ടൺസും കാര്യങ്ങളും വെരി നൈസ്. നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാർജിങ് പാഡ് കാണാം. സീലുള്ള പോലെ രണ്ടും വയർലെസ് ചാർജിങ് അല്ല, ഒരു വയർലെസ് ചാർജിങ് പാഡുള്ളൂ. പക്ഷേ 50 വാട്ട് വരെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ഫോൺസാണ് 50 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അധികമൊന്നുമില്ല. ഐഫോൺസ് വരെ 25 വാട്ടിൻ്റെ വയർലെസ് ചാർജറെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഹാവ്. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാനൽ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളും ഈ ഒരു പാനലിനകത്ത് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. വെരി നൈസ് ടു യൂസ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്ററാണിത്. ചെറുതാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാനും പറ്റും. നല്ല ടാക്ടൈൽ ഫീലും നല്ലതാണ്. ബട്ടൺസൊക്കെ ഇതൊരു സിംഗിൾ പാനലാണെങ്കിലും ഇതിൻ്റെ അകത്താണ് ബട്ടൺസിൻ്റെ നമുക്ക് ഫീൽ വരുന്നത്. ഉള്ളിലൊരു സ്വിച്ച് ഉണ്ട്, നമുക്കപ്പോൾ സിംഗിളായിട്ട് കാണുന്നു. ഇങ്ങനെ 2 സൈഡിലും 3 ബട്ടൺസ് ഉണ്ട്. ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഇതിന് ശേഷം ഇവിടെ ഡ്രൈവ് മോഡാണ്. ഡ്രൈവ് മോഡ് നമുക്ക് ആകെ മൊത്തം 4 ഉണ്ട്. നോർമൽ ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, സ്നോയിലുള്ള, ഇതിപ്പോൾ ട്രാക്ഷൻ കട്ട് ചെയ്ത് പിടിക്കാനുള്ള ഒരു സംഭവമാണിത്, സ്നോ ലാൻഡ് ആയിട്ടുള്ള. പിന്നെ ഈക്കോ. ഇങ്ങനെ 4 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഇതാണ് റീജനറേഷൻ ബ്രേക്കിംഗ്. ഇത് നമുക്ക് 2 ആണുള്ള, സ്റ്റാൻഡേർഡും ഹൈ ആയിട്ടും. ഇവിടെയാണ് പിന്നെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്നതും സ്വിച്ച് ഓഫ് ചെയ്യുന്നതും. ഇതിന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡേഴ്സാണ്. സീ ലൈനിനകത്ത് വന്ന പോലെ തന്നെ നമുക്ക് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പ് ഹോൾഡേഴ്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് അമർത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ പോകുമ്പോൾ നമുക്ക് വലിയ കുപ്പികളും ഇറക്കി വെക്കാൻ പാകത്തിന്. എന്നിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചിടും. ഇത് രണ്ടും അങ്ങനത്തെ ബട്ടൺസാണ്. ഇതിൻ്റെയും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജാണ് വന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് കീ ഫോബിൻ്റെ ഒരു ലോഗോ കാണും. അവർ പറയുന്നത് കീ ഫോബ് അതിൻ്റെ അകത്ത് വെക്കണം എന്നാണ്, പക്ഷേ അതിനകത്ത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മറന്നു. സോ കീപ്പ് ഇറ്റ് ഓവർ ഹിയർ. ഇതിന് ശേഷം പിന്നെ സീറ്റാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, പക്ഷേ എവിടേക്കോ സീറ്റിൻ്റെ വലിപ്പം കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ പാഡിങ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഇത്ര അധികം വേണ്ടായിരുന്നു തോന്നുന്നു. ഇതിന് ഒരു ലോങ് ആയിട്ടുള്ള ഉപയോഗം കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ് ഡ്രൈവർ സീറ്റ്. 8 വേ ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാം, പിന്നെ പൊക്കാം, താഴ്ത്താം. അതുകൂടാണ്ട് നമുക്ക് ഈ ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് സീറ്റിൻ്റെ ടിൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തൈ സപ്പോർട്ട് നമുക്ക് മേലോട്ടും താഴോട്ടും മാത്രമാക്കാം. അപ്പോൾ ലെങ്ത്ത് കുറവുള്ള ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് 4 വേ ലംബാർ സപ്പോർട്ടും. സോ ഹെവിലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ്. നമുക്ക് പെർഫെക്റ്റ് ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൂടാണ്ട് 2 മെമ്മറി ഫംഗ്ഷൻ ഉണ്ട് ഡ്രൈവർ സീറ്റിന്. പാസഞ്ചർ സൈഡിന് 4 വേ ആണ് ഡ്രൈവർ സീറ്റിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. മെമ്മറി സീറ്റ് ഇല്ല. ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. ആകെ മൊത്തം 11 എയർ ബാഗാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇവിടെ ഡ്രൈവറിന് വേണ്ടി മാത്രം 3 എയർ ബാഗ്സ് ഉണ്ട്. സേഫ്റ്റി റേറ്റിംഗ് ഗുഡ്. അതിനുശേഷം വേറൊരു സേഫ്റ്റി ഫീച്ചർ വന്നിരിക്കുന്നതാണ് ഇവിടെ ഡ്രൈവർ അലേർട്ട് സിസ്റ്റം. നമുക്കിവിടെ ഒരു ചെറിയൊരു സെൻസർ കാണാൻ പറ്റും. ഇത് നമ്മുടെ റോഡിൽ നിന്ന് ശ്രദ്ധ മാറുന്നുണ്ടോ എന്ന് സെൻസ് ചെയ്യും, നമുക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് സെൻസ് ചെയ്യും, പിന്നെ
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, താഴേക്കും മേളിലോട്ടും നോക്കുന്നുണ്ടോ, സൈഡിലോട്ടും നോക്കുന്നുണ്ടോ, ഇതൊക്കെ സെൻസ് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു ഡ്രൗസിനെസ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വാഹനം നിർത്തിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. എഡാസ് ഫീച്ചേഴ്സിൻ്റെ ഒരുപാടുണ്ട്, അതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ AC വെൻറ്റ് വന്നേക്കുന്നു. കൺട്രോൾസ് മൊത്തം ഈ ഇൻഫോർടൈൻമെൻറ്റിലാണ്. ഇൻഫോർടൈൻമെൻറ്റ് നമുക്ക് ആസ് യൂഷ്വൽ BYDയുടെ പോലെ തന്നെ വേർട്ടിക്കലാക്കാം, അതുകൂടാണ്ട് ഹൊറിസോണ്ടലും ആക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് പാർട്ടി ഗെയിമിക്ക്. ഇത് വാങ്ങിക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഫീച്ചറാണിത്. ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡ്രോയിൽ പോയി കഴിഞ്ഞാൽ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിനകത്ത് ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സ്പോട്ടിഫൈ ഒക്കെ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് BYD സ്റ്റോർ എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ആപ്സ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇതിനിപ്പോൾ അത് ഓഫായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ കയറാൻ പറ്റാത്തത്. പിന്നെ ഫയൽ മാനേജർ വഴി നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം, പക്ഷേ വീഡിയോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതാണ് മൈ കാർ എന്ന് പറയുന്ന ഫീച്ചർ. ഇതിനകത്ത് നമുക്ക് ഓരോ ബട്ടണും നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. ഓപ്പൺ ഓൾ വിൻഡോസ് ഒറ്റ അടിക്കിട്ടോ. ചൈൽഡ് ലോക്ക് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ചൈൽഡ് ലോക്ക് ഇടാം കേട്ടോ. നേരത്തെ പോലെ വാഹനത്തിൽ ഡോറ് തുറന്നിട്ടിട്ട് പിന്നെ ചൈൽഡ് ലോക്ക് അങ്ങ് ഇട്ടുപോയാൽ വീണ്ടും ഇറങ്ങിപ്പോയി അത് തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. ചൈൽഡ് ലോക്കിൻ്റെ ബട്ടൺ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റിനൊക്കെ അഡ്ജസ്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാറിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ തന്നെ ഒറ്റയടിക്ക് മാറ്റാം. സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലോഡ് സെറ്റിങ്സ് ഫീച്ചേഴ്സ് നമുക്ക് മാറ്റാനുണ്ട്. ഇതിൽ എഡാസിൽ പോയി കഴിഞ്ഞാലാണ് എത്ര എഡാസ് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുക. ഇതേ എമർജൻസി ലെയിൻ കീപ്പ് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഇൻ്റലിജൻറ്റ് ബ്രെയിൻ കൺട്രോൾ, ഡോർ ഓപ്പൺ വാർണിംഗ്, ESC കൺട്രോൾ, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലെയിൻ ഡിപ്പാർച്ചർ അസിസ്റ്റ്, കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, അത് ഫ്രണ്ട് ക്രോസ് ട്രാഫിക്, റെയർ ക്രോസ് ട്രാഫിക്, ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ. അതൊരു പുതിയ ഫീച്ചറാണ്. ഞാൻ ഇപ്രാവശ്യം ദുബായി പോയിട്ടുണ്ടെന്നപ്പോൾ ഞാൻ ആ മേബാക്കിലും ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ട്രാഫിക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീനിൽ വീഡിയോ വരും. അതല്ല, ഇത് നമുക്ക് ട്രാഫിക് സൈൻ റെഡോ ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ അലേർട്ട് വരും. പിന്നെ ഇൻ്റലിജൻസ് സ്പീഡ് അറ്റൻഷൻ, ഇൻ്റലിജൻസ് സ്പീഡ് ലിമിറ്റ് കൺട്രോൾ, അങ്ങനെ ഒരു ലോഡ് അസിസ്റ്റൻ്റ്. പിന്നെ പാർക്കിങ്ങിന് 3D ക്യാമറയും കാര്യങ്ങളും അതൊക്കെ കൂടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിലത്തെ മാത്രം പറയാനാണെങ്കിൽ എനിക്കൊരു വീഡിയോ മൊത്തം വേണ്ടി വരും. സോ ഇഫ് യു ഫീൽ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഈ ഇൻഫർടൈൻമെൻറ്റ് മാത്രം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ മെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാനറാമിക് സൺറൂഫാണ്. ഓപ്പണബിൾ അല്ല, പക്ഷേ നമുക്ക് ഹീറ്റ് കട്ട് ചെയ്യുന്ന പോലെ, പക്ഷേ കൂളിംഗ് ഉള്ള റൂഫായതുകൊണ്ട് അധികം ചൂട് കയറുന്നില്ല. എന്നാലും പക്ഷേ കയറുന്നത് നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് കൂടെ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലുള്ള. ഇനി നമുക്ക് ബാക്ക് സീറ്റിലോട്ട് ഇരുന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കിലോട്ട് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമായിട്ടുണ്ട്. ഇവിടെ തലയൊന്നും മുട്ടുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഹെഡ് റൂമുണ്ട്, നീ റൂമുണ്ട്. തൈ സപ്പോർട്ട് ലേശം കുറവാണ്, കാല് നീട്ടി വെക്കാനും പറ്റുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ബി ഇൻ. ഇവിടെയും ഡോർ ഹാൻഡിൽ ഇങ്ങനെയാണ് തുറക്കുന്നത്. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റും. നല്ല സ്പോർട്ടി ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് ഫ്രണ്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനായിട്ട് നന്നായിട്ടുണ്ട് കാണാനായിട്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. 2 ഫോൺ വെക്കാനുള്ള സ്പോട്ട് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങൾ വെക്കാൻ ഇവിടെയും കാണാൻ പറ്റും. ഡോർ പാഡിലും സ്പേസ് ഉണ്ട്. കോട്ട് ഹുക്ക് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ സെൻട്രൽ കോൺസോൾ നോക്കി കഴിഞ്ഞാൽ AC വെൻറ്റ് ഇവിടെ 2 വന്നേക്കുന്നു. പക്ഷേ നമുക്കിവിടെ ACയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ടിൽ തന്നെ കൺട്രോൾ ചെയ്യണം. ഇവിടെ 2 USB പോർട്ട് ഉണ്ട്. ഒന്ന് സാധാരണ USB പോർട്ടും ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ഉള്ള Type C പോർട്ടും. പിന്നെ വന്നിരിക്കുന്ന ആംറെസ്റ്റാണ്. ഇതും വളരെ നന്നായിട്ടുണ്ട്. ഒരു നൈസ് ഫീച്ചർ, നല്ല കറക്റ്റ് ഹൈറ്റിലാന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നേക്കുന്നു. പിന്നെ ബാക്കിലേക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട്. ബാക്കിൽ പിന്നെ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ട്രാൻസ്മിഷൻ ടണലില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിലും ഇവിടെ ഒരു ടണൽ പോലെ വന്നിട്ട് നമുക്ക് സ്പേസ് ഹിൻഡർ ആവുന്നില്ല. ആഡഡ് സ്പേസ്, വെരി ഗുഡ്. ഈ വണ്ടിക്കകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഗിയർ മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരാനുണ്ട്. ചെറുതാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ടാക്ടൈൽ ഫീലോടുള്ള ഗിയർ ഷിഫ്റ്ററാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഡ്രൈവിലേക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്നവരുടെ പ്രീമിയം വേരിയൻ്റ് ആണ്, പെർഫോമൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ സിംഗിൾ മോട്ടറേ ഉള്ളൂ. അത് റെയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള സിംഗിൾസ് ആയിട്ടുള്ള മോട്ടറാണ് വരുന്നത്. 230 കിലോ വാട്ടാണ് അതിൻ്റെ പവർ, അതായത് 308 bhp. അതുകൂടാണ്ട് 310 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നത്, 390 Nm ടോർക്ക്.
ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു പവർ ജനറേഷൻ ശരിക്കും ഉണ്ടാവുന്നുണ്ട്. ഒരു ഓൾ വീൽ ഡ്രൈവിന് ഡ്രൈവിംഗ് സുഖം മിസ്സാവുന്നുണ്ട്. കാരണം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ടയേഴ്സിന് ഗ്രിപ്പ് കിട്ടുമ്പോൾ ഒരു ഡ്രൈവിംഗ് ഫീൽ തന്നെ വേറെയാണ്. പക്ഷേ ഒരു റെയർ വീൽ ഡ്രൈവ് വണ്ടി ഓടിക്കാനുള്ള സുഖവും അടിപൊളിയാണ്. സോ ഐ എം ഗെറ്റിംഗ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിൽ ഇട്ടേക്കുന്നത്, ഇപ്പോൾ നമ്മൾ മോഡ് മാറ്റിയിട്ട് ഈക്കോ സ്പോർട്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ റെസ്പോൺസ് ഉണ്ട്. അവർ പറഞ്ഞ പോലെ 4.7 സെക്കൻഡ്സ് ഇല്ലെങ്കിലും ഏകദേശം 6.7 സെക്കൻഡ്സ് 0 to 100 നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മോഡ് മാറ്റിയിട്ട് നമ്മൾ നോർമൽ ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആ ഒരു ഭീകരതയിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആക്സിലറേറ്റ് ആവുന്നുണ്ട്, കുറച്ചും കൂടെ ലീനിയർ ആണെന്ന് മാത്രം. ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 390 Nm ടോർക്കിൻ്റെ പുഷ് ഉണ്ടല്ലോ, അതൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ ഫീലാണ്. സ്റ്റിയറിങ് ചെറുതാണ്, കുറച്ചും കൂടെ ബീഫി ആക്കായിരുന്നെങ്കിൽ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇതൊരു കുറച്ചും കൂടി ഒരു സ്റ്റേറ്റ്ലി കാറാണല്ലോ, കുറച്ചും കൂടി ഒരു പ്രീമിയം കാർ പോലെ ഫീൽ ചെയ്യുന്നു. ലഗ്സറി ആസ്പെക്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയൊരു കാറാണിത്. ഒരു പ്രീമിയം കാറിനൊരു ഓൾട്ടർനേറ്റീവ് പോലെ. ഇതിനിപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നത് തന്നെ അയോണിക് 5 ഒരു കോമ്പറ്റീഷനാണ്, കിയയുടെ EV6 ഒരു കോമ്പറ്റീഷനാണ്. പക്ഷെ അത് കുറച്ചുകൂടെ വില കൂടിയതാണ്. ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ശരിക്കും പറയുക BMW iX1 ആണ്. അതുകൊണ്ട് കൺട്രിമാൻ്റെ ഇലക്ട്രിക്കും. പക്ഷേ ഐ ഫീൽ BMW iX1 ആണ് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ബൈ പ്രൈസ്. പക്ഷേ ബൈ സ്പെക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീഷനായി നിൽക്കുന്നത് കിയയുടെ EV6 തന്നെയാണ്. കാരണം അത്രയും റേഞ്ചും ഇത്രയും ചാർജിങ് കപ്പാസിറ്റിയും ഇത്രയും പവർ കൂടിയിട്ടുള്ള ബാറ്ററിയും പവറും എല്ലാം തന്നെ ആ ഒരു കാറ്റഗറിയിലേ ഉള്ളൂ. iX1 ഈ കാറ്റഗറീസ് കുറവാണ്. പക്ഷേ അതിന് BMW ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്, BMW എന്ന ബാഡ്ജും ഉണ്ട്. സോ അതിനൊരു മേൽക്കൈമുണ്ട്. ബട്ട് ഇതൊക്കെയായിരിക്കും ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആസ് എൻ ഇലക്ട്രിക് കാർ ഈ വാഹനത്തിന് വരാൻ പോകുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞു ടച്ച് ആൻഡ് ഫീലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സ്റ്റിയറിംഗ് റെസ്പോൺസ് ഈസ് വെരി നൈസ്. നമുക്ക് അത്യാവശ്യം നല്ലപോലെ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് റെസ്പോൺസിനെ കിട്ടുന്നത്. നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ നോക്കിയാലും നമുക്ക് ഈ പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നല്ല ഹൈ സ്പീഡ് കയറുമ്പോൾ സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ സീറ്റ് വെൻറ്റിലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ ഈസ് വർക്കിംഗ് വെരി വെൽ. ഇപ്പോൾ ഈ ജയ്പൂരിലെ നട്ടാപ്പൊരി വെയിലത്തും വാഹനത്തിനകം കൂളാണ്. നമ്മൾ നേരത്തെ ഓണാക്കി കുറേ നേരം വെച്ചെങ്കിലും വാഹനത്തിൻ്റെ AC ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം സംസാരത്തിനായി കയറിപ്പോകും. പക്ഷെ നമ്മളിപ്പോൾ ഇതേ വണ്ടി എടുത്തു ഓണാക്കി വെച്ചു, ഇൻസ്റ്റൻ്റ്ലി കൂളായിട്ടുണ്ട്. സോ ഇതിൻ്റെ AC-യും വെരി ഗുഡ്. പിന്നെ വന്നിരിക്കുന്ന ക്ലസ്റ്ററാണ്. ക്ലസ്റ്റർ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആഡായി പോയ പോലെ ഉണ്ട്. പക്ഷെ എന്നാലും റീഡബിളാണ്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അത് BYDയുടെ എല്ലാ വെഹിക്കിൾസും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കൂടാണ്ട് ഇതിൽ ADAS ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബൈക്ക് വന്നു, ആ ബൈക്ക് വരെ ഇതിൻ്റെ സ്ക്രീനിൽ രജിസ്റ്റർ ആവും. ഇപ്പോൾ ഒരു ട്രക്കാണെങ്കിൽ ആ ട്രക്ക് രജിസ്റ്റർ ആവും. ഓട്ടോറിക്ഷ രജിസ്റ്റർ ആവുന്നില്ല, പക്ഷേ ഓട്ടോറിക്ഷ ഒരു കാറായിട്ട് രജിസ്റ്റർ ആവുന്നത്. പക്ഷേ എല്ലാ വെഹിക്കിൾസും റോഡിലുള്ള വെഹിക്കിൾസ് നമുക്ക് രജിസ്റ്റർ. ഇപ്പോൾ സൈഡിൽ കൂടെ ഒരു ബസ് പോകുന്നു, അത് ഇൻസ്റ്റൻ്റ് റെക്കഗ്നൈസ് ചെയ്തു ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞാൽ അതൊരു ബസ്സായി മാറി. ബസ്സിൻ്റെ ചിഹ്നം പോലെ വന്ന് പോകുന്നു. ഇറ്റ്സ് വെരി നൈസ്. ഒരു കാറ് പോയി. പക്ഷേ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴാട്ടോ അത് എന്താ വാഹനം റീഡ് ആവുന്നത്. കാരണം ഈ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഇവിടുത്തെ ക്യാമറയാണ് ഇത് റീഡ് ചെയ്യുന്നത്. സൈഡിൽ സെൻസേഴ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഇൻറ്റീരിയർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആണല്ലോ. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ട്രാൻസ്മിഷൻ ടണലും ഇല്ല, പിന്നെ നമുക്കൊരു ട്രാൻസ്മിഷനായിട്ട് പോകുന്നില്ല. അപ്പോൾ താഴേക്ക് ഒരു വലിയൊരു സ്പേസ് ഇവിടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. ആകെ മൊത്തം 4 ചാർജിങ് പോർട്ടാണ് വരുന്നത്. 2 USB-C, 2 സാധാ USB. 2 USB-Cയും ഫാസ്റ്റ് ചാർജറാണ്. ഫ്രണ്ടിൽ വന്നേക്കുന്ന USB-A എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയ കണക്റ്റിനുള്ളത്, ബാക്കിൽ ചാർജറാണ്. അതുകൂടാണ്ട് ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഉണ്ട്. ഒരു വയർലെസ് ചാർജിങ് പാഡും വന്നിട്ടുണ്ട്. സോ ഇതൊരു വാക്കിംഗ് ടോക്കിംഗ് ബാറ്ററി പാക്ക് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തോന്നാം. ആവശ്യത്തിൽ കൂടുതൽ ഓപ്ഷൻസാണ് നമുക്ക് ചാർജ് ചെയ്യാൻ. എല്ലാ പാസഞ്ചറിനും ഒരു ചാർജിങ് സ്ലോട്ട് അവൈലബിൾ ആണ്. ഈ വാഹനത്തിനകത്തും ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് വെഹിക്കിൾ ടു ലോഡ് സൊല്യൂഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചാർജർ കൂടെ വരുന്നുണ്ട്. അത് മോഡ് 2 ചാർജറാണ്. അതായത് സ്ലോ ചാർജർ കൂടെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെഹിക്കിൾ ടു ലോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള അഡാപ്റ്ററും വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടെ വരുന്നത്. അത് 2 വണ്ടിയുടെയും കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 150 kW ചാർജിങ് വരെ കേപ്പബിൾ ആണ്. സോ അതായത്
നമുക്കൊരു 20-80% എത്താനായിട്ട് ഒരു ഏകദേശം ഒരു 10 to 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് നമുക്ക് മാക്സിമം എടുക്കുകയുള്ളൂ. അത്രയും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആയി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് സംസാരിക്കാം. 86 kWh ബാറ്ററി പാക്കാണ് ഈ പുതിയ സീലൈനിനകത്ത് വരുന്നത്. സീലിൻ്റെ അകത്തും ഇതേ ബാറ്ററി പാക്കാണ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു റെയർ മോട്ടർ മാത്രമാണ്. പക്ഷേ പെർഫോമൻസ് വേരിയൻ്റ് ആകുമ്പോൾ ഫ്രണ്ടിലൊരു മോട്ടർ കൊണ്ട് വരുന്നുണ്ട്, ഒരു സ്ക്വിൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ കൊണ്ട് വരുന്നുണ്ട്. ആ മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത് 160 kW പവറും 310 Nm ടോർക്കുമാണ്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏകദേശം, അതായത് ബാക്കിൽ 230, ഫ്രണ്ടിൽ 160, 390 കിലോവാട്ടിൻ്റെ പവർ ജനറേറ്റ് ചെയ്യുന്നു. അതായത് 522 ഹോഴ്സ് പവർ. ഇറ്റ് ഈസ് ഇമ്മെൻസ്. അത് കൂടാണ്ട് ഫ്രണ്ടിൽ 310 Nm പവർ ടോർക്കും ജനറേറ്റ് ആവുന്നുണ്ട്, ബാക്കിൽ 380 Nm ടോർക്കും ജനറേറ്റ് ആവുന്നുണ്ട്. അതായത് 690 Nm ഓഫ് ടോർക്കും 522 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ പെർഫോമൻസ് വേരിയൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഈ വാഹനത്തിൻ്റെ ഇരട്ടിയോളം വരികയും ചെയ്യും. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ബാക്കിലത്തെ ബൂട്ട് സ്പേസ് 500 ലിറ്റേഴ്സും ഫ്രണ്ടിലൊരു ഫ്രണ്ട് സ്പേസും വരുന്നുണ്ട്. അത് 58 ലിറ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് സ്പേസാണ്. അത് നമുക്ക് ഈ ചാർജിങ് എക്യുപ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം. 2 മോഡ് ഓഫ് റീജനറേഷനാണ് വരുന്നത്, ഒന്ന് ഹൈയും ഒന്ന് സ്റ്റാൻഡേർഡും. പക്ഷേ രണ്ടും തമ്മിലൊരു വലിയൊരു വ്യത്യാസം എനിക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ റീജനറേഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് റീജനറേഷൻ ഓൺ ആക്കുമ്പോൾ നമുക്കൊരു ബ്രേക്കിംഗ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ആ എഫക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ബാഡ് ഫീച്ചർ ശരിക്കും പറയുന്നത് സ്പെയർ ടയർ ഇല്ല. അതിന് പകരം ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പങ്ക്ചർ റിപ്പയർ കിറ്റാണ്. അത് പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിക്കും അത് ആവശ്യമുള്ളൂ. പക്ഷേ നമ്മളൊരു സ്പെയർ ടയറിൻ്റെ ഒരു സേഫ്റ്റി ഇതിനില്ലാത്തത്, ഒരു ഇലക്ട്രിക് വെഹിക്കിളായിട്ടും ഇല്ലാത്തത്, ഇറ്റ്സ് എ ബാഡ് തിങ്. ഇനി വാഹനത്തിനെ ഓടിക്കുമ്പോഴുള്ള ഫീലാണ്. സസ്പെൻഷൻ അത്യാവശ്യം നല്ലതാണ്. ഞാൻ ബാഡ് റോഡ്സിലൂടെയൊക്കെ പോയി നോക്കിയപ്പോഴും നമുക്ക് അത്യാവശ്യം ഫീൽ കിട്ടുന്നുണ്ട്. സീറ്റ്സ് സപ്പോർട്ടീവാണ്. പക്ഷേ ഈ സൈഡത്തെ ഈ ഒരു സപ്പോർട്ട് മാത്രം എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സ്പോർട്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ക്വിൽറ്റഡ് ഡിസൈനും വന്നേക്കുന്നത് വെരി നൈസ്. വെന്റിലേറ്ററാണ്, വെരി വെരി നൈസ്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഉണ്ട്, പക്ഷേ കുറവാണ്. ഇനി ഈ വാഹനം നിങ്ങൾ മേടിക്കണോ വേണ്ടെന്നുള്ള എൻ്റെ റെക്കമെൻഡേഷൻ, ഐ ഫീൽ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ആയിട്ടില്ല. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഇപ്പോൾ തേഴ്സ്ഡേ ആണ്, മൺഡേ ആണ് ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ആവത്തുള്ളൂ. ഐ ഫീൽ ദിസ് വിൽ ബി സംവെയർ ബിറ്റ്വീൻ 45 to 55. അതായിരിക്കും ഒരു സ്വീറ്റ് സ്പോട്ട്. എന്നാലും 50ക്ക് താഴെ ആർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ വെരി നൈസ്. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സും ലിസ്റ്റും കാര്യവും നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. സോ അതുപോലത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്ക് ഒരു നോക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് എ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വാഹനം തന്നെയാണത്, നോ ഡൗട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം. അത് പറയുമ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഐ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക്. ഇനി നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കാം. നമ്മൾ കമൻറ്റിൽ അറിയിച്ചാൽ നമ്മൾ നോക്കിയും എന്തായാലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. സോ വി വുഡ് ലവ് യുവർ ഫീഡ്ബാക്ക്. ഇത് കൂടാണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്താം. സോ കമ്മിങ് ബാക്ക് ടു മൈ വേർഡിക്റ്റ്, ഈ ഒരു പ്രൈസ് ഗ്യാപ്പിൽ ഈ ഒരു ഫീച്ചർ ലിസ്റ്റുമായിട്ടും ഈ ഒരു റേഞ്ചുമായിട്ടുള്ളൊരു വെഹിക്കിൾ ഐ ഫീൽ ഇറ്റ്സ് എ വെരി ഗുഡ് വെഹിക്കിൾ. ഇനി ഇത് റോട്ടിലിറങ്ങി ഇത് എത്രത്തോളം നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ആഫ്റ്റർ സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി പറയാനുള്ളത്. ബട്ട് ഐ ഫീൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.